ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നത്തെ പോലെ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചയുടെ വീഡിയോ അല്ല, ഇന്നൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ്. ആ വാഹനം ഇപ്പോൾ കാണിക്കും. ആ വാഹനം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് ഏത് വാഹനമാണെന്ന്. അതിൻ്റെ ഷേപ്പ് എല്ലാവർക്കും കണ്ട് പരിചിതമാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ടാറ്റ നാനോ ആണ്. ഇത് ടാറ്റ നാനോയുടെ 2018 മോഡൽ ടിസ്റ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഗൈസ്. ഞാനിത് പരിചയപ്പെടുത്താൻ കൊണ്ടിരിക്കുന്ന വാഹനം ടാറ്റ നാനോ ആണ്. ടാറ്റ നാനോ ഒട്ടുമിക്ക എല്ലാവർക്കും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇത് നമ്മുടെ രത്തൻ ടാറ്റയുടെ മനസ്സിലുണ്ടായ ഒരു ആശയത്തിൻ്റെ ഫലമായി വന്നൊരു വാഹനമാണ് ടാറ്റ നാനോ. അതായത് ഒരു 2 വീലറിൽ സഞ്ചരിക്കുന്ന ഒരു ഫാമിലിക്ക് ഒരു ചീപ്പസ്റ്റ് പ്രൈസിൽ വാങ്ങാൻ കഴിയുന്ന ഒരു കാറായിരുന്നു ടാറ്റ നാനോ. ഈ വാഹനം 2018 ഡിസ്കണ്ടിന്യൂഡായി. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർസിൽ ചെറിയൊരു വിലക്ക് വാങ്ങാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നൊരു വാഹനമാണ് ടാറ്റ നാനോ. ഈ വാഹനം ഓട്ടോമാറ്റിക്കലും മാനുവലിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഈ വാഹനം 2018 മോഡൽ മാനുവൽ ടൈപ്പ് ടിസ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി ഇറക്കിയ XT വേരിയൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് ഇത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന്, ചെറിയ വിലക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ടാറ്റ നാനോ. നമുക്ക് സിറ്റി കാർസ് ആയിട്ടും ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കായിട്ടും സുഖമായിട്ട് ഓടിച്ചടക്കാൻ പറ്റിയൊരു വാഹനമാണ് ടാറ്റ നാനോ. നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുന്നേ ഈ പ്ലേസ് ഒട്ടുമിക്ക വണ്ടിപ്രാന്തന്മാർക്കും കണ്ടുപരിചിതമായിരിക്കും. കാരണം ഈ വണ്ടികളുടെ റിവ്യൂ നോക്കുന്നവർക്ക് ഇത് നമ്മുടെ ഒട്ടുമിക്ക വണ്ടികളുടെ റിവ്യൂ നടക്കുന്ന ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ ബൈജു എന്നായാലും എല്ലാവരും കാർസിൻ്റെ റിവ്യൂ എടുക്കുന്ന ഇവിടെ. അവിടെ തന്നെ നമ്മുടെ നാനോ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൈസ്, ഈ വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് ബാക്ക് സൈഡിലാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ബോണറ്റിലാണ് സ്റ്റെപ്പിനെയും പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനം ഒരു 610 cc എൻജിനുള്ള വാഹനമാണ്. അതായത് തന്നെ നമുക്ക് ഫണ്ണായിട്ട് ഓടിച്ചിറക്കാൻ പറ്റിയ വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നൽകുന്നൊരു വാഹനമാണ്. ഇത് റിയൽ സിറ്റി കാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അടുത്ത് കാഴ്ച കാണിച്ചു തരാം. ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ബോണറ്റ് തുറന്നിരിക്കുന്ന കാഴ്ചകൾ. ഇവിടെയാണ് സ്റ്റെപ്പിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് മറ്റേ വൈപ്പർ റോട്ട് വാട്ടർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും. അതുപോലെ തന്നെ ടാറ്റ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്മൈലിംഗ് പോലുള്ളൊരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് തന്നെ ടാറ്റയുടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് ഒരു സ്മോക്കഡ് ഹെഡ് ലാംപ്സ് ഈ വാഹനത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇരുവശങ്ങളിൽ തന്നെ 2 ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്രില്ല് ഒരു സ്മൈലിംഗ് വേർഷൻ ടൈപ്പ് ഒരു ഗ്രില്ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വശങ്ങളിലോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ പോർട്ടർ ഗ്ലാസ്, അത്യാവശ്യം വലിയൊരു പോർട്ടർ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് എല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടെ വശങ്ങളിലോട്ട് ചാടി നിൽക്കുന്ന ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പ്രൊഫൈലും അത്യാവശ്യം നല്ല ഭംഗിയോടെ തന്നെയാണ് ടാറ്റ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനം കൂടിയാണ്. ഈ വാഹനം പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ലൊരു സ്പേസാണ്. ഈ വാഹനം യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ വാഹനത്തിൻ്റെ ഉള്ളിലത്തെ സ്പേസ്. ഈ വാഹനം ഒറ്റ തവണ വാഹനം വണ്ടി ഓടിച്ചവർക്ക് അറിയാം ഇതിൻ്റെ കംഫർട്ടും ഇതിൻ്റെ യാത്രയും എങ്ങനെയാണെന്ന്. വാഹനത്തിൻ്റെ പുറകിലേക്ക് വന്നുള്ള വ്യൂ ഇതാണ്. ഇവിടെ തന്നെ ടാറ്റ ടിസ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാനോ XT വേരിയൻ്റാണ്. ഇത് 2015 മുകളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് 2018 മോഡലാണ് കേട്ടോ. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊള്ളാവുന്ന രീതിയിലാണ് ടാറ്റ ഇതിന് ഈ നാനോയുടെ ബൂട്ട് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂ നോക്കുമ്പോൾ അതിമനോഹരമായ നല്ല ക്ലീൻ ആൻഡ് ക്വാളിറ്റി വാഹനം എന്ന നിലയിൽ തോന്നിപ്പിക്കുന്ന വിധമാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇന്റീരിയറിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ട് തന്നെയാണ്. ഇവിടെ തന്നെ 2 സ്പീക്കറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകളാണ്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്.
ഇവിടെ തന്നെയാണ് ഡോർ പാഡ് നല്ല അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ വ്യൂ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയലാണ് ഈ വാഹനത്തിൻ്റെത്. നല്ല സീറ്റ് കവറൊക്കെ അടിച്ച് നല്ല ക്വാളിറ്റി വാഹനമാണിത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ അകത്തുള്ള വ്യൂ. നല്ല അതിമനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ 2 AC വെൻ്റ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് 2 AC വെൻ്റ് ഉണ്ട്. ഇതാണ് മീറ്റർ കൺസോള്. തൊട്ട് ഇവിടെ തന്നെ 2 സ്പീക്കറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡാഷ്ബോർഡ് ഉണ്ട്. ഇപ്പുറത്ത് ദൂരം ഡാഷ്ബോർഡ് ഉണ്ട്. ഇതാണ് ഗിയർ നോബ്. ഇതിൻ്റെ ഗിയർ നോബിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് പവർ വിൻഡോയുടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ. നല്ല ക്ലീൻ വാഹനമാണിത്. നല്ല ഫണ്ണായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു വാഹനമാണ്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഇതാണ് ബാക്ക് സീറ്റിൻ്റെ ഏരിയ. നല്ല അതിവിശാലമായ ഫുഡ് സ്പേസുള്ള കാര്യങ്ങളുള്ള ഒരു ഏരിയയാണ് ടാറ്റ നൽകിയിരിക്കുന്നത്. ഈ വാഹനം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ്. ഇൻറ്റീരിയലൊക്കെ നല്ല അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഇത് 2018 മോഡൽ XT വേരിയൻ്റ് എന്ന് പറയുന്നൊരു വാഹനമാണ്. 2018 മോഡൽ XT വേരിയൻ്റ് വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ചെറിയൊരു റിവ്യൂ എന്ന നിലയ്ക്ക് എടുത്ത വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.